നമ്മൾ ഏത് പ്രായത്തിലാണ് അപസ്മാരം ഉണ്ടാകുന്നത്, ഇതിനനുസരിച്ച് കാരണങ്ങൾ മാറിക്കണം. സാർ, ഈ അപസ്മാരം ഉണ്ടാവാൻ ശരിക്കുള്ള കാരണം എന്താ? അപസ്മാരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഏത് പ്രായത്തിലാണ് അപസ്മാരം ഉണ്ടാകുന്നത്, ഇതിനനുസരിച്ച് കാരണങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ഉദാഹരണത്തിന് കുട്ടികളിലുണ്ടാകുന്ന അപസ്മാരം ജന്മന ബ്രെയിനിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ടോ വരാം. ഒരു 40 വയസ്സിലേക്കാണ് അപസ്മാരം തുടങ്ങുന്നതെങ്കിൽ അത് പലപ്പോഴും തലച്ചോറിൻ്റെ ക്ഷതം കൊണ്ടോ അല്ലെങ്കിൽ മദ്യപാനം കൊണ്ടോ ഇതൊക്കെ കൊണ്ടാണ് 40 വയസ്സൊക്കെ കഴിഞ്ഞ് അപസ്മാരം ഉണ്ടാകുന്നത്. 60 വയസ്സൊക്കെ കഴിഞ്ഞ് തുടങ്ങുന്ന അപസ്മാരം ഏറെക്കുറെ സ്ട്രോക്ക് മൂലമോ അല്ലെങ്കിൽ തലച്ചോറിലുള്ള എന്തെങ്കിലും മുഴകൾ കൊണ്ടോ ആണ് ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ അപസ്മാരം വരാതിരിക്കാനോ അല്ലെങ്കിൽ അതിനൊക്കെ എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ഒരു 40 വയസ്സ് കഴിഞ്ഞിട്ട് അപസ്മാരത്തിൻ്റെ ഒരു പ്രധാന കാരണം മദ്യപാനമാണ്. അപ്പോൾ തീർച്ചയായിട്ടും മദ്യപാനം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. പിന്നെ സമയത്ത് ഉറങ്ങുക, ഈ മൊബൈൽ അല്ലെങ്കിൽ TV ഇവയുടെയൊക്കെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. ഇതൊക്കെയാണ് നമുക്ക് അപസ്മാരം കുറയ്ക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഈ അപസ്മാരത്തിന് ഒരിക്കലും മരുന്ന് കഴിച്ച ആൾക്ക് അത് ലൈഫ് ലോങ് കഴിക്കേണ്ടി വരുമോ അല്ലെങ്കിൽ അത് നിർത്താൻ പറ്റുമോ മരുന്ന്? അത് അപസ്മാരത്തിൻ്റെ കാരണം പോലെ ഇരിക്കും. ഉദാഹരണത്തിന് മദ്യപാനം മൂലമുള്ള അപസ്മാരമൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അത് മദ്യപാനം മൂലമുള്ള ഫിറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മദ്യപാനം നിർത്തി മരുന്നൊക്കെ കഴിച്ചു കഴിഞ്ഞ് അസുഖമെല്ലാം മാറി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മരുന്ന് നിർത്താൻ പറ്റും. കുട്ടികളിൽ കാണുന്ന പല അപസ്മാര രോഗങ്ങളുടെയും മരുന്നുകൾ നമുക്ക് പൂർണ്ണമായിട്ട് മരുന്ന് കൊടുത്ത് മാറ്റാൻ പറ്റുന്നതാണ്. പക്ഷേ ഈ പ്രായമായ ആൾക്കാരിലൊക്കെ കാണുന്ന ഇപ്പോൾ മുഴകൾ കൊണ്ടോ അല്ലെങ്കിൽ സ്ട്രോക്ക് മൂലമൊക്കെയുള്ള അപസ്മാരം നമുക്ക് പലപ്പോഴും മരുന്ന് തുടർച്ചയായിട്ട് കഴിക്കേണ്ടി വരും. അതായത് ഒരു സ്ട്രക്ചറലായിട്ടുള്ള അല്ലെ ബ്രെയിനിന് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മരുന്ന് പൂർണ്ണമായിട്ട് നിർത്താൻ ബുദ്ധിമുട്ടായിരിക്കും.